CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി ഇന്നലെ രാജു എബ്രാഹിമിനെ തിരഞ്ഞെടുത്ത സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് എന്നാണ് നേരത്തെ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്തത്. DYFI ജില്ലാ സെക്രട്ടറി B നിസാമിനെ ജില്ലാ കമ്മിറ്റി അംഗമാക്കിയതിൽ വിമർശനം ഉയർന്നതിന് തൊട്ടുപിന്നാലെ പ്രവർത്തകർ തമ്മിൽ ബലപ്രയോഗം നടന്നു. എതിർത്ത 2 പ്രതിനിധികളെ ബലം പ്രയോഗിച്ച് സീറ്റിൽ ഇരുത്തുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് ബലപ്രയോഗം നടന്നത്. അതേസമയം രാജു എബ്രാഹിമിനെ ജില്ലാ സെക്രട്ടറി ആക്കിയത് അടൂരിലെ വിഭാഗീയതയെ തുടർന്നാണെന്ന് വ്യക്തമാകുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, തുടരാവുന്നതാണ്. നേരത്തെ പ്രവീൺ പറഞ്ഞു നിർത്തിയെടുത്തത് തന്നെ തുടരാം. ഈ ബലപ്രയോഗത്തിലേക്കൊക്കെ പോയത് ഏത് സാഹചര്യത്തിലാണ് പ്രവീൺ? അരുൺ, ഈ CPM-നെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുക എന്നതിനേക്കാൾ ഉപരി നേതാക്കളൊക്കെ ആഗ്രഹിക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗം ആകുക എന്നുള്ളതാണ്. അതേസമയം എല്ലാ ജില്ലകളിലും 34 എന്ന അംഗസംഖ്യയാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ നിജപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിലും 34 അംഗങ്ങൾ തന്നെയാണ്. അതിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യത ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. ഇന്നലെ ഈ ജില്ലാ സെക്രട്ടറി ആയി രാജു എബ്രാഹിമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഈ പ്രതിനിധികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാനൽ അവിടെ അവതരിപ്പിച്ചിരുന്നു. അതായത് ജില്ലാ കമ്മിറ്റിയിൽ ഏതൊക്കെ അംഗങ്ങളാണ് ഉള്ളത്, ആരൊക്കെ ഒഴിവാക്കി, ആരൊക്കെ പുതുതായി ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് എല്ലാ പ്രതിനിധികളുടെയും കാണെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ആ പട്ടിക വായിച്ചു. ആ പട്ടിക വായിച്ച സമയം 2 പ്രതിനിധികളാണ് എതിർപ്പുമായി രംഗത്ത് വന്നത്. പ്രധാനമായും DYFIയുടെ ജില്ലാ സെക്രട്ടറി B നിസാമിനെ ജില്ലാ കമ്മിറ്റിയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പുതുമുഖമാണ്. പക്ഷേ B നിസാമിനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേതാവ്, ഈ പ്രതിനിധികളുടെ കൂട്ടത്തിൽ നിന്നും ഒരു നേതാവ് എഴുന്നേറ്റ് നിന്ന് പരസ്യമായി ഇക്കാര്യം പറഞ്ഞു. അതിന് പ്രധാനമായും കാരണം പറഞ്ഞത് ചില സാമ്പത്തിക ക്രമക്കേടുകൾ, അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഈ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ B നിസാമിനെ ഒരിക്കലും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞത്. അത് പള്ളിക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജീവാണ് ഇക്കാര്യം ഉയർത്തിയത്. അതേസമയം തന്നെ അദ്ദേഹം വേറൊരു ആവശ്യം കൂടി ഉന്നയിച്ചു. ഈ ഏരിയ കമ്മിറ്റി, അടൂർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള കൃഷ്ണകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. കാരണം ആ പട്ടിക വായിച്ചപ്പോൾ കൃഷ്ണകുമാറിന്റെ പേര് അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൃഷ്ണകുമാറിനെ ആ പട്ടികയിൽ ഉൾപ്പെടുത്തണം. ഒപ്പം തന്നെ DYFI ജില്ലാ സെക്രട്ടറി B നിസാമിനെ പട്ടികയിൽ ഉൾപ്പെടുത്തരുത്. ഈ 2 ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാജീവ് എഴുന്നേറ്റ് നിന്ന് പരസ്യമായി ഇക്കാര്യം പറഞ്ഞത്. ഉടൻ തന്നെ കൃഷ്ണകുമാറും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. ഈ സമയം ജില്ലാ സെക്രട്ടറി ഈ 2 പ്രതിനിധികളോടും അവിടെ ഇരിക്കാനെന്ന് ഗൗരവത്തോടുകൂടി, കാർക്കശ്യത്തോടുകൂടി തന്നെ പറഞ്ഞു. പക്ഷേ ഈ 2 നേതാക്കളും വീണ്ടും ഇത് ജനാധിപത്യ പാർട്ടിയാണ്, തങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ നിലപാട് പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് പരസ്യ പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ അവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആ പ്രൊസീഡിയത്തിൽ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ആ പ്രൊസീഡിയത്തിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TD ബൈജു എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങി പ്രതിനിധികളുടെ അടുത്തേക്ക് നിന്ന് ഈ 2 പ്രതിനിധികളെയും, അതായത് അവിടെ ഉച്ചത്തിൽ സംസാരിക്കുകയും ഈ ആവശ്യങ്ങൾ പറഞ്ഞ ഈ രാജീവിനെയും ഒപ്പം തന്നെ കൃഷ്ണകുമാറിനെയും പിടിച്ചിരുത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ അവർ ഇരിക്കാൻ തയ്യാറായില്ല. പിന്നീട് അവരെ ബലം പ്രയോഗിച്ച് ആ സീറ്റിലേക്ക് ഇരുത്തി എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. ഇതിനെല്ലാം സാക്ഷികളായി സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയും ഉണ്ടായിരുന്നു. ഏതായാലും ആ ഒരു വിഷയത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് വലിയ തർക്കം നടന്നു. പിന്നീട് അത് നമുക്കറിയാൻ കഴിഞ്ഞത് കുത്തിന് പിടിച്ചാണ് ഈ 2 പേരെയും അവിടെ TD ബൈജു ഇരുത്തിയത് എന്നാണ്. അപ്പോൾ അവിടെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. മറ്റൊന്ന്, ജില്ലാ സെക്രട്ടറിയായി രാജു എബ്രാഹിമിനെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് ഒരു സമവായം അവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നത് തിരുവല്ല മേഖലയിൽ നിന്ന്, തിരുവല്ല ഏരിയ കമ്മിറ്റി ആ ഭാഗത്തു നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സനൽകുമാർ ഒരു പക്ഷേ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നായിരുന്നു. അതേസമയം തന്നെ KP ഉദയഭാനുവിൻ്റെ വിശ്വസ്തനായിട്ടുള്ള TD ബൈജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, TD ബൈജുവും ജില്ലാ സെക്രട്ടറി ആകുമെന്നൊരു സൂചനയുണ്ടായിരുന്നു. സ്വാഭാവികമായും KP ഉദയഭാനുവിൻ്റെ വിശ്വസ്തനാണ് TD ബൈജു. TD ബൈജുവിൻ്റെ പേര് അവിടെ വരും എന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു. പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെ സനൽകുമാറിൻ്റെ പേര് കൂടി അവിടെ വരികയാണെങ്കിൽ ഈ 2 പേർ തമ്മിലുള്ള മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്ന വിവരം. പക്ഷേ അത് മറിച്ച് അടൂരിൽ നിന്ന് തന്നെയാണ് ഒരു എതിർപ്പ് TD ബൈജുവിന് വന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് TD ബൈജുവിനെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ അടൂരിൽ നിന്ന് തന്നെയുള്ള ഹർഷകുമാർ ഒരുപക്ഷെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് സംസ്ഥാന നേതൃത്വം അറിയുകയും, അതായത് അടൂർ മേഖലയിൽ നിന്ന് തന്നെ 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നൊരു ധ്വനി അവിടെയുണ്ടായി. അതിനെ തുടർന്ന് റാന്നിയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ കൊണ്ട് രാജു എബ്രാഹിമിന്റെ പേര് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. അത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് റാന്നിയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രാജു എബ്രാഹിമിന്റെ പേര് നിർദ്ദേശിച്ചത്. രാജു എബ്രഹാം പൊതുസമ്മതനാണ്. അദ്ദേഹത്തിന്റെ പേര്
ഉയർന്നു വന്നതോടുകൂടി TD വൈദ്യുതിയുടെയും ശരി പ്രവീൺ പുരുഷോത്തമൻ, അങ്ങനെ അസാധാരണമായ നാടകീയ സംഭവങ്ങൾക്ക് പത്തനംതിട്ട ജില്ലാ സമ്മേളനം സാക്ഷ്യം വഹിച്ചു, കുത്തിരി പിടിച്ചിരുത്തി എന്നൊക്കെയാണ് പറഞ്ഞത്.